ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടുകളാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ അതിനുള്ള എക്യുപ്മെൻസുകളൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഡംബൽസ്, ബാർബൽസ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്സിന് 3 വർക്കൗട്ട്, ട്രൈസെപ്സിന് 3 വർക്കൗട്ട്. ഞാനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് പ്രയോജനകരമാവും. കാരണം നിങ്ങൾക്കും വീട്ടിൽ വേണമെങ്കിൽ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബൈസെപ്സ് മസിലും അതുകണക്ക് തന്നെ ട്രൈസെപ്സ് മസിൽസിനെയും ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ കാര്യങ്ങളോട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട്, വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് വാമപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ വാമപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാമപ്പിന് ശേഷമുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം വായോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാമപ്പൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബാറിൽ ഞാൻ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൺ സൈഡിൽ 7.5 കിലോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന വെയിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരുപാട് ഹെവി ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 റപ്സാണ്. ഓക്കെ, വാമപ്പ് സെറ്റായിട്ടാണ് ഞാൻ 10 റപ്സാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സൈഡിൽ കിടക്കുന്നത് 7.5 കിലോയാണ്. ഓക്കെ, ഒരു 5-ൻ്റെ പ്ലേറ്റും ഒരു 2-ൻ്റെ പ്ലേറ്റും, ഒരു 2.5 പ്ലേറ്റും. ഓക്കെ, അങ്ങനെ ഞാൻ 10 റപ്സ് ചെയ്യും. അപ്പം എൻ്റെ ആദ്യത്തെ 2 സെറ്റ് വാമപ്പ് സെറ്റാണ്. അപ്പം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കറക്റ്റായിട്ടുള്ള ഫോമിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ കുറഞ്ഞ വെയിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ചും തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെറ്റ് വാമപ്പ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഓരോ വർക്കൗട്ടിന് ഓരോ സെറ്റിനും ശേഷം ഞാൻ എടുക്കുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 തൊട്ട് 40 സെക്കൻഡാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ഒരു റെസ്റ്റ് ടൈം വളരെ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് 40 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വ്യായാമങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ചും ട്രൈസെപ്സ്, ബൈസെപ്സ് എന്ന് പറയുന്നത് ചെറിയ മസിൽ ഗ്രൂപ്പാണ്. ഒരുപാട് വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയില്ല. ഓക്കെ, പക്ഷേ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു മസിൽ കോൺട്രാക്ഷനൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ 2.5 കിലോയുടെ പ്ലേറ്റ് മാറ്റിയതിന് ശേഷം 5 കിലോയുടെ പ്ലേറ്റ് ഇട്ടു. അപ്പോൾ ഒരു സൈഡിൽ 10 കിലോയായി. ഓക്കെ, ഇതും എൻ്റെ വാമപ്പ് സെറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 റപ്സാണ്. ആദ്യം ഞാൻ ചെയ്തത് 10 വെയിറ്റ് കുറച്ചിട്ടിട്ട് 10 റപ്സ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 12 റപ്സാണ്. ഓക്കെ, വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ റപ്സ് കൂട്ടുന്നുണ്ട്. അപ്പം ഇതേപോലെ ചെയ്യാം. 3, 4 മാക്സിമം മസിൽസിന് ആക്ടിവേഷൻ ആവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്കും ഫോളോ ചെയ്യാം. പക്ഷേ വെയിറ്റ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വെയിറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല. നമ്മൾ റൂമിൽ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടർ നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വെയിറ്റ് കുറച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 12 റപ്സ് ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പം രണ്ടാമത്തെ വാമപ്പ് സെറ്റാണിത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേ കണക്കുള്ള ഒരു ബാറൊക്കെ നിങ്ങൾക്കും വീട്ടിൽ കാണും. അപ്പം ഇതേ കണക്കുള്ള പ്ലേറ്റ്സുകളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കുക. വലിയ പൈസയൊന്നും ആവില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന വർക്കൗട്ടുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം എൻ്റെ 2 സെറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ 3ാമത്തെ സെറ്റിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വെയിറ്റ് പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പോകുന്ന റപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14ആണ്. ഓക്കെ, 14 ചെയ്യാനായിട്ട് ശ്രമിക്കും. മാക്സിമം 1, 2. വെയിറ്റ് കൂട്ടുന്നതനുസരിച്ച് റപ്സ് ഞാൻ കൂട്ടിയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്കൊരു പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ കാലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുത്തതുകൊണ്ട് പൊക്കാൻ പറ്റില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം മാക്സിമം ഞാനൊരു 14 റപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം വെയിറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡി പോസ്ചറിന് അല്പമൊക്കെ വ്യത്യാസം വരും. കാരണം നമ്മൾ ഒരു അല്പമൊക്കെ ബാക്കിലോട്ട് വളയേണ്ടി വരും. കാരണം നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് പൊസിഷൻ നമുക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ച് കിട്ടില്ല. ഒരുപാടങ്ങ് വളഞ്ഞ് പോയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ മാക്സിമം ഒരു ഫെയിലിയർ സെറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. 14 റപ്സെങ്കിലും ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്.
ഒരുപാട് നാളിന് ശേഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽസൊക്കെ പെട്ടെന്ന് തന്നെ പമ്പിങ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പെയിനുമുണ്ട് മസിൽസിനൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സെറ്റ് ഞാൻ വെയിറ്റ് കൂട്ടിയിട്ട് 14 റെപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും നമുക്ക് ഒരു സെറ്റും കൂടെ ചെയ്യണം. 4 സെറ്റാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വെയിറ്റ് ഒന്നും കൂടെ ഒന്ന് കൂട്ടാം, എന്നിട്ട് 16 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷേ നടക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സപ്പോർട്ടറില്ല, വെയിറ്റ് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാക്സിമം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാക്സിമം വെയിറ്റ് കുറച്ചിട്ടിട്ട് തുടക്കക്കാരൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഹെവി വെയിറ്റ് ഒന്നും എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യരുത്, ഇഞ്ചുറീസൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അടുത്ത് ചെയ്യുന്ന ഫെയിലിയർ സെറ്റാണ്. എന്നെക്കൊണ്ട് മാക്സിമം എൻ്റെ കൈ എത്രത്തോളം ടയേർഡാവുന്നോ അത്രത്തോളം ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. മാക്സിമം 16എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം, 14എങ്കിലും നമുക്ക് കുറഞ്ഞ പക്ഷം ചെയ്യണം. അപ്പം ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ബാർബെൽ എടുക്കുകയാണ്. ഓക്കെ, ഒന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, ഡു കമോൺ മാൻ. ഓഹ്, ഇല്ല, എന്നെക്കൊണ്ട് പറ്റിയില്ല. ഓക്കെ, കാരണം ഇച്ചിരി ഹെവിയാണ് വെയിറ്റ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇട്ട ആ 2 പ്ലേറ്റ്സ് വീണ്ടും ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ആ പഴയ ആ വെയിറ്റിൽ തന്നെ ഒരു എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാനായിട്ട് നോക്കാം. മാക്സിമം മസിൽസിനെ ആക്ടിവേഷൻ ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളിന് ശേഷം ആയതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ പഴയ വെയിറ്റിലോട്ട് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം മാക്സിമം എത്ര റെപ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. 2, കമോൺ, 3, 4, 5. ഓക്കെ, 5 റെപ്സാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു വെയിറ്റിനകത്ത്. ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും 2 പ്ലേറ്റ്സ് ഊരുകയാണ്. ഓക്കെ, മാക്സിമം ഞാൻ 14 ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പ്ലേറ്റ്സ് ഊരി. കാരണം ഞാൻ ഫെയിലിയർ സെറ്റാണ് ചെയ്യുന്നത്. അവസാനത്തെ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഫെയിലിയർ സെറ്റാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം മാക്സിമം ആ ഒരു റെപ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 5 റെപ്സ് ആ ഒരു വെയിറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ പ്ലേറ്റ്സ് 2 ഊരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2, 3, 4. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല പമ്പിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് ആംസ് വർക്കൗട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ മസിൽ ഗ്രൂപ്പാണ്. നമുക്ക് വലിയ ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് നിർത്തി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നെയില്ല. ചിലവരൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഫോമൊക്കെ തെറ്റിച്ചിട്ട് ചിലപ്പോൾ ഇഞ്ചുറീസൊക്കെ ഉണ്ടാവും, ബൈസെപ്സിനൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാവും, ഷോൾഡറിന് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം ഇതോടുകൂടി എൻ്റെ ഒരു ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. നമ്മൾ റൂമിനകത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല അസഹ്യമായിട്ടുള്ള ചൂടുണ്ട്. ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എന്നിട്ട് പോലും നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡംബൽ ബൈസെപ്സ് സ്കേളാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഡംബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിലോയുടെയാണ്. ഓക്കെ, വൺ സൈഡ് 5 കിലോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വാമപ്പ് സെറ്റാണ്. 10 റെപ്സാണ് ഒരു കയ്യിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, 1 കയ്യിൽ 10 റെപ്സാണ്, ഒരു കയ്യിൽ 10 റെപ്സ് വെച്ചാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഡംബൽസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കക്കാരൊക്കെ 2.5 കിലോയിലൊക്കെ തുടങ്ങുന്നതായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊന്നും ആദ്യം തന്നെ എടുത്ത് പൊക്കരുത്. ഇത് വെറും 5 കിലോയിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ, എന്നിട്ട് പോലും ഞാൻ തന്നെ ചെറിയ വെയിറ്റിലാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വർക്കൗട്ട് കുറവാണ്. ഓക്കെ, ഈ വെയിറ്റ് ട്രെയിനിങ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ലൈറ്റ് വെയിറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം 10 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു കയ്യിൽ വാമപ്പ് സെറ്റാണ്. അപ്പം എണ്ണം കുറച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഡംബൽസിനകത്ത്, ഈ ഡംബലിൻ്റെ ആ ഒരു റാഡിനകത്ത് വെയിറ്റ് കൂട്ടിയിടാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ റാഡാണ്. അപ്പോൾ ഒരുപാട് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വാമപ്പ് സെറ്റും ഈ ഒരു വെയിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 10 ചെയ്തതെങ്കിൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 റെപ്സ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതേ സെയിം വെയിറ്റ് തന്നെ 12 നമ്മുടെ എണ്ണം കൂട്ടും.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ടും ഈ ഒരു വ്യായാമം ചെയ്യാൻ. ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് പൊസിഷനിലും ഈ ഡംബൽ ബൈസെപ്സുകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം 10 ചെയ്തു ഒരു കയ്യിൽ. അപ്പം രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ 12 ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 1 2 മാക്സിമം സ്ലോവിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങളുടെ മസിൽസിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഒരു ഫിറ്റ്നസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓൺലൈനിലൊക്കെ ഇങ്ങനെയുള്ള വെയിറ്റുകളൊക്കെ കിട്ടും. വലിയ വിലയൊന്നും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ചെറിയ ചെറിയ വിലകളൊക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഡംബൽ സെറ്റ്, അതേ കണക്ക് ഒരു ബാർബെൽ, അതേപോലെ തന്നെ കുറച്ച് പ്ലേറ്റ്സുകളൊക്കെ, ഇതിനൊക്കെയുള്ള വെയിറ്റ് പ്ലേറ്റ്സുകളൊക്കെ നിങ്ങൾ മേടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഫുള്ള് ബോഡി പാർട്സിന് മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പം ജിമ്മിൽ പോകുന്നത് അല്പം മുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിൽ ഞാൻ പോകുന്നില്ല കുറച്ച് നാളുകളായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇടയ്ക്കൊക്കെ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വെയ്റ്റ് ട്രെയിനിങ് വളരെ കുറവാണിപ്പോൾ. അപ്പോൾ അടുത്ത നമ്മുടെ സെക്കൻഡ് സെറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ 12 റപ്സാണ് ഒരു കയ്യിൽ ചെയ്യുന്നത്. 5 കിലോയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് നമുക്ക് കൂട്ടാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഇതേ വെയിറ്റ് തന്നെ രണ്ടാമത്തെ സെറ്റും ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ 3 സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്, 10 കിലോ ആക്കിയിട്ടുണ്ട്. ഡംബൽസിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 റപ്സാണ്. ഓക്കെ, 14 റപ്സ്, 14 എണ്ണമാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം 10 12 14 വെയിറ്റ് കൂടിയിട്ടുണ്ട്. മാക്സിമം വളരെ ശ്രദ്ധാപൂർവം സാവധാനത്തിൽ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരല്പം മൂവ്മെൻറ്റ്സിലൊക്കെ അല്പം വ്യത്യാസമൊക്കെ വരും. എന്നാലും മാക്സിമം ബോഡി പോസ്ചറൊന്നും തെറ്റാതെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രീത്തിങ് കറക്റ്റാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പുതിയതായിട്ടൊക്കെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഞാൻ തന്നെ ചെയ്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ലോങ് വീഡിയോ ആണ്, എൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വീട്ടിൽ ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്കും ഒരു ഫിറ്റ്നസ്സൊക്കെ നമുക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമുള്ള വെയ്റ്റ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്, പെട്ടെന്ന് ഞാൻ വല്ലാതെ തളരുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്കത് 14 പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊന്ന് താഴെ വെച്ചു. അതിനുശേഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. കാരണം ഒരു കയ്യിൽ 14 റപ്സ് എന്തായാലും ചെയ്തേ പറ്റൂ, ഫെയിലിയർ സെറ്റാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ആ ഒരു ടാർഗറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യണം. ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എൻജോയ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡംബിൾസ് വെച്ചിട്ട് നമ്മൾ ബൈസെപ്സിന് വേണ്ടി ചെയ്യുന്ന വർക്കൗട്ട്. 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം അവസാനത്തെ സെറ്റ് വെയിറ്റ് കൂട്ടിയിട്ട് ഫെയിലിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സിറ്റിംഗ് ബാർബൽ കേളാണ്. ബൈസെപ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വർക്കൗട്ട് കുറേ കൂടെ എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ടാണിത്. എന്നെ അപേക്ഷിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വർക്കൗട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് ബാറിനകത്ത് വെയിറ്റ് ഇടുക, അതിനുശേഷം നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് സെറ്റ് വാമപ്പ് സെറ്റ് ചെയ്യുന്നു. 5 കിലോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന റപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എണ്ണമാണ്. ഓക്കെ, 10 റപ്സാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ ചെയ്യുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ ഓൾഡ് സ്കൂൾ വർക്കൗട്ടിലൊക്കെ സ്ഥിരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നൊരു വർക്കൗട്ടാണ്. പഴയ ബോഡി ബിൽഡേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വർക്കൗട്ടാണ്. ഇപ്പം ഉള്ള ജിമ്മുകളിലൊന്നും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത് നേരത്തെയൊക്കെ മിക്കവാറും ബോഡി ബിൽഡേഴ്സും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ 10 റപ്സ് ചെയ്തിട്ടുണ്ട്, 10 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെയിറ്റ് താഴെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർക്കൗട്ടിന് ശേഷവും നമുക്കൊരു 30 തൊട്ട് 40 സെക്കൻഡ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾ പടപടാന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട, പെട്ടെന്ന് ടയേർഡായി പോകും, നിങ്ങൾക്ക് വർക്കൗട്ട് മുഴുമിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് കൂട്ടുകയാണ്. അപ്പോൾ 5 കിലോയിലാണ് തുടങ്ങിയത്. ഇനി ഒരു 2.5 കിലോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2.5 കിലോ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം 10 എണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ ഇനി 12 ആയിരിക്കും ചെയ്യുന്നത്.
ഓക്കെ, ഇനി 12 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കമോൺ, ഡു ഇറ്റ് മാൻ. ചെറിയ ബാർ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമുക്കിപ്പം ഒളിമ്പിക് ബാറൊന്നും അതൊക്കെ ജിമ്മുകളിൽ നമുക്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുത്തിട്ട് അതൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു കമ്പിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നതിനകത്തല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഫോമും അതിൻ്റെ ഒരു സ്ഥിരതയും. ഓക്കെ, അതൊക്കെയാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നമ്മുടെ ബോഡി പോസ്ചർ, നമ്മുടെ ബ്രീത്തിങ്, നമ്മൾ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ എടുക്കുന്ന വെയിറ്റ് എത്രയാണെന്നോ അതല്ല ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആ ഒരു മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, അതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് 12 റെപ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇരുന്നുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യാം. അല്പം പാടാണ് കേട്ടോ ഇരുന്നുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ വിചാരിക്കും ഈസിയാണെന്ന്, പക്ഷേ നല്ല ടഫായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ബൈസെപ്സിലോട്ട് ഫുള്ള് ലോഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സെറ്റ് ഞാൻ 12 റെപ്സ് ചെയ്തു. ആദ്യം 10 ചെയ്തു ലൈറ്റ് വെയിറ്റ് കുറച്ചിട്ട്, പിന്നെ അല്പം കൂടെ വെയിറ്റ് കൂട്ടിയിട്ട് റെപ്സ് കൂട്ടി. അപ്പം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്, നമ്മുടെ ലാസ്റ്റ് സെറ്റാണ് ബൈസെപ്സിൻ്റെ. അപ്പം ഇതിൽ ഞാൻ വീണ്ടും വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 റെപ്സാണ്. ഓക്കെ, അപ്പം ഞാൻ നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വർക്കൗട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ കുറച്ചും കൂടെ മസിൽസിന് ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം, അതും ഒരു 20 മിനിറ്റിനുള്ളിൽ. ഓക്കെ, നിങ്ങൾ വർക്കൗട്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു 20-25 മിനിറ്റിന് മുമ്പ് പ്രീ വർക്കൗട്ടും പോസ്റ്റ് വർക്കൗട്ടും നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. ഓക്കെ, അല്ലാതെ വെറുതെ വയറ് കാഞ്ഞൊന്നും കിടന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്, പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടിഷ്യൂസിനെയൊക്കെ വീണ്ടും റിപ്പയർ ചെയ്ത് നമ്മുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. മാക്സിമം നിങ്ങൾ ഈ വർക്കൗട്ടിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഒരു 4 മുട്ടയുടെ വെള്ള, നിങ്ങളൊരു 3-4 മുട്ട റെഡിയാക്കി വെച്ചേക്കുക. വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് ആ മുട്ടയിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം. ഒരു മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കഴിക്കാം. ബാക്കി ഒരു 3 എഗ് വൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള സെറ്റാണ്. അപ്പം ഞാൻ 14ആണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മാക്സിമം പറ്റാവുന്നിടത്തോളമാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്പം ടയേർഡ് ആവുന്നതുകൊണ്ട് തന്നെ. കാരണം മസിൽസിന് നല്ല പെയിൻ അനുഭവപ്പെടും പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ആ വെയിറ്റിന് താഴെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓക്കെ, അപ്പം ആ വർക്കൗട്ട് നമുക്ക് ഫിനിഷ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു ബാറിൽ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. വെറും 5 കിലോ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടന്നുകൊണ്ടും ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നല്ല ട്രൈസെപ്സിനെ എൻഗേജഡ് ആക്കാൻ പറ്റിയ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാം. ട്രൈസെപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. പക്ഷേ വെയിറ്റ് വളരെ കുറച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു എൽബോയ്ക്ക് ചിലപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൊരു വർക്കൗട്ട് കൂടിയാണ്. വളരെ ലൈറ്റ് വെയിറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വാമപ്പ് സെറ്റാണ്. അപ്പം 5 കിലോ വെയിറ്റ് ഇട്ടതിന് ശേഷം ഞാനൊരു 10 റെപ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വെയിറ്റ് ഒന്ന് കൂട്ടുകയാണ്. 2.5 കിലോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടും, നമ്മുടെ റെപ്സ് കൂടും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഉള്ള മാസങ്ങളാണ്. ഒരുപാട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ജലാംശമൊക്കെ. ഓക്കെ, അപ്പം ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഭാരം തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ സെറ്റ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 റെപ്സാണ്. ആദ്യം 10, പിന്നെ 12. അപ്പം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 40 കിലോയോളം ഈ പ്ലേറ്റ്സ് വീട്ടിന് അകത്തുണ്ട്.
അപ്പം ഞാൻ നേരത്തെയൊക്കെ എനിക്ക് ഒരുപാട് കോൺക്രീറ്റിൻ്റെ വെയ്റ്റ്സൊക്കെ അവിടെ മേളിൽ ടെറസിലുണ്ടെങ്കിലും ഞാനിപ്പോൾ അതിനകത്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ല. അഥവാ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, കാരണം എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും കോൺക്രീറ്റ് വെയ്റ്റ്സും എല്ലാം കൂടെ ഏകദേശം 200-ഓളം കിലോ വെയ്റ്റ്സ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം മൂന്നാമത്തെ സെറ്റ് ചെയ്യുന്നത് 14 റെപ്സാണ്. അപ്പം മാക്സിമം അതേ വെയിറ്റ് തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടില്ല. അപ്പം ഒരു 14 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 കിലോ ആദ്യം നമ്മൾ ചെയ്തു, പിന്നെ 2.5 കിലോ കൂടെ കൂട്ടി. അപ്പം ഇനിയിപ്പോൾ ഒരു 10 കിലോ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എൽബോ താങ്ങാനുള്ള സാധ്യത കുറവാണ്. ഞാൻ എൻ്റെ ബോഡി ഇതൊക്കെ നോക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇഞ്ചുറീസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാനും നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഹെവി വെയിറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ഒരു ശരീരത്തെ കേടാക്കുക എന്ന് പറയുന്നത് എന്നെ അപേക്ഷിച്ചിട്ട് പാടാണ്. പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ഒരുപാട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ആ ഒരു ഏജും ഒക്കെ കൂടി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വർക്കൗട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം ഏജിനനുസരിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ ഒരു വർക്കൗട്ടിൻ്റെ രീതികൾ മാറ്റി. കാരണം ഓവർലോഡ് വെയിറ്റുകൾ എടുക്കുക, ഇതൊക്കെ ഞാൻ അല്പമായിട്ട് കുറച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം വെയിറ്റുകൾ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം 14 ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്കത് പറ്റിയില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ ഏകദേശം 10 ഞാൻ ചെയ്തത്. അപ്പം ഞാനത് 14 ഫില്ലാക്കാനായിട്ട് അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. വീണ്ടും എടുത്തിട്ടൊന്ന് താഴെ വെച്ചു, റെസ്റ്റ് കൊടുത്തു, വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു 14 ആക്കണം. ഒരു 4 ഇനിയും ചെയ്യണം. 1 2 3 4. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് ഫിനിഷായിരിക്കുകയാണ്. നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് ഈ വർക്കൗട്ടൊക്കെ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും. നമ്മുടെ ഒരു മസിൽസിൻ്റെ സൈസൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ വിയർത്തിരിക്കുന്നത്. ഇത്ര നമ്മുടെ റൂമിനകത്താണ് വർക്കൗട്ട് ചെയ്യുന്ന, ഫാൻ ഔട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇത്രയും വിയർത്ത് ഒലിച്ചൊരു പരുവായി. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ട്രൈസെപ്സിന് വേണ്ടിയിട്ട് ഡംബൽ കിക്ക് ബാക്കാണ്. ഓക്കെ, അപ്പം ഒരു കയ്യിൽ ഡംബൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ 3 സെറ്റും ഒരേ വെയിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനും ഞാൻ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉപയോഗിക്കാറില്ല. അപ്പം ഇതേ കണക്കുള്ള ഒരു ചെറിയ 5 കിലോയുടെ വെയിറ്റാണ് ഈ ഒരു കിക്ക് ബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ഒരു 10 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു കയ്യിൽ ഒരു 10 റെപ്സ് ചെയ്തിട്ടുണ്ട്. ഇത് വാമപ്പ് സെറ്റാണ്. മാക്സിമം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു മസിൽസിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒരു കാരണം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നിങ്ങളുടെ കൈകൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാമർ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡംബൽ ഹാമർ കേൾ നമ്മൾ ചെയ്യുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കിക്ക് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഡംബൽ ഒരുപാട് മുമ്പിലോട്ട് കൊണ്ടുപോകാതെ മാക്സിമം ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ഒരല്പം കൊണ്ടുവന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വാമപ്പ് സെറ്റ് ചെയ്തു. ഇനി ഒരല്പം പോസിങ് ആവാം. പോസിങ് എല്ലാം പോയി, കൈകളുടെയൊക്കെ സൈസെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ബോഡി മൊത്തത്തിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ബോഡിയുടെ ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിനെല്ലാം ഒന്ന് ചെയ്ത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു അല്പം പാടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ വർക്കൗട്ട് ഇങ്ങനെ ചെയ്ത് ശീലമുള്ളവരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇതിനെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് പിടിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ സെറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 10 ചെയ്തത്. 10 12 ഞാൻ ചെയ്തതെന്ന് എനിക്ക് എത്ര ഒരു ഓക്കെ. അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെയും കാട്ടിയും കൂടെ അല്പം കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് സെയിമാണ്. അപ്പം ഒരു കയ്യിൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത കയ്യിൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 30 മിനിറ്റുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരുന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വർക്കൗട്ടിനെ കുറിച്ച് അറിയണം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം, വീട്ടിൽ തന്നെ ഒരു ഫിറ്റ്നസ് വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. വർക്കൗട്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം നമ്മൾ ഒരിക്കലും നിർബന്ധപൂർവ്വം ആരുടെയും നമ്മുടെ വീഡിയോ കാണണം എന്ന് ആവശ്യപ്പെടാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോകൾ കാണുക. ഓക്കെ,
ഞാനിപ്പോൾ ഇങ്ങനെയുള്ള മസിൽ ബിൽഡിങ് വർക്കൗട്ടുകളൊക്കെ ഞാൻ വളരെ കുറച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസ് അല്ല ചെയ്യുന്നത്. അപ്പം നമുക്ക് അല്പം ചേഞ്ച് വേണമെന്ന് തോന്നി ഇങ്ങനെയുള്ള വീഡിയോസുകളും, അതാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റ് ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ 16 റപ്സാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ കൈയൊക്കെ ട്രൈസെപ്സൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന ഒരു വർക്കൗട്ടാണിത്. ബാക്കിന് നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ട്രൈസെപ്സിന് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടാണിത്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ വെയിറ്റ് വളരെ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്കിപ്പം 2.5 കിലോ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 കിലോ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഹെവി ആയിട്ടൊന്നും എടുത്ത് പൊക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാം. ആദ്യം തന്നെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇതൊക്കെ എടുത്ത് പൊക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ഫുഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകൾ കാർബോയിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ വേ പ്രോട്ടീൻ കഴിക്കാമോ എന്നൊക്കെ. വേ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താങ്ങുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വിലയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നല്ല രീതിയിൽ ടയേർഡാവുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടും കൂടെ ഉണ്ട്, മൂന്നാമത്തെ വർക്കൗട്ട്. അതിന് ഞാൻ ഡമ്പലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 10 കിലോയുടെ ഡമ്പലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ഡമ്പൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. ഇത് ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതേപോലെ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് 10 റപ്സാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇത്രയും വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈ ശരിക്കും നൂരാതെയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ കൈ നിവർത്താൻ പറ്റുന്നില്ല, കൈ മടങ്ങിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നാളിന് ശേഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽസൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 ദിവസം നിൽക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യുക. സ്ട്രെച്ചിങ് മറന്നു പോകരുത്. ഓക്കെ, വാമപ്പും സ്ട്രെച്ചിങ്ങും മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ സെറ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ 10 റപ്സാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 12. ഒറ്റ വെയിറ്റിലാണ് ചെയ്യുന്നത്, വെയിറ്റ് കൂട്ടുന്നതേ ഇല്ല. പക്ഷേ എഫക്റ്റീവാണ് ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമ്മുടെ മസിൽസിന് ഒരു ആക്ടിവേഷൻ ഉണ്ടാവും. അപ്പം രണ്ടാമത്തെ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ, നമ്മുടെ റൂം നമുക്ക് ജിമ്മാക്കാം, നമ്മുടെ വീട്ടിൻ്റെ മുറ്റം നമുക്ക് ജിമ്മാക്കാം. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹോം വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഞാൻ 12 റപ്സ് ചെയ്തു. അപ്പം ഇനി എനിക്ക് ഒരു സെറ്റും കൂടാണ് അവശേഷിക്കുന്നത്. അത് ഞാൻ 14 തൊട്ട് 16 റപ്സ് വരെ, എന്ന് വെച്ചാൽ മാക്സിമം ഫെയിലിയർ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷർട്ടൊക്കെ ഊരി കളഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യത്തുള്ളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അസഹനീയമായിട്ടുള്ള ചൂടുണ്ട്. കാരണം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് ഒരു ലിമിറ്റും ഇല്ല. കാരണം അത്രത്തോളം വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. ചില മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വർക്കൗട്ടിനിടയ്ക്ക് വെള്ളം കുടിക്കരുതെന്നൊക്കെ. ചുമ്മാതെയാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. റീഹൈഡ്രേഷനൊക്കെ ഉണ്ടായി, നിർജ്ജലീകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് കുഴഞ്ഞു വീണൊക്കെ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബോഡി എത്രത്തോളം ഒരു ഹൈഡ്രേറ്റഡ് ആക്കാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. അപ്പം എൻ്റെ ലാസ്റ്റ് സെറ്റാണ്. ഇപ്പം ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു സെറ്റ്. അപ്പം ഇതോടെ കഴിയുമ്പം നമ്മുടെ വർക്കൗട്ട് ഫിനിഷാവും, നമ്മുടെ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ്. അപ്പം 3 വർക്കൗട്ട് ബൈസെപ്സിന് വേണ്ടിയിട്ട്, 3 വർക്കൗട്ട് ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ, അത്രമാത്രം. നിങ്ങൾ ചെയ്ത് നോക്കൂ, കാരണം ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ,
മാക്സിമം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നിങ്ങൾക്ക് ഈ 3 സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് 4 സെറ്റിലോട്ട് നിങ്ങൾക്ക് മാറ്റാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ തുടക്ക സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 3 സെറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഞാൻ ഈ കാണിച്ചു തന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് അല്പം ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിലുള്ള വർക്കൗട്ടാണ്. ഓക്കെ, കുറച്ചും കൂടെ വേഗത്തിൽ നമ്മുടെ മസിൽസിനെ ആക്ടിവേഷനാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്കൗട്ടാണ്. ഞാനിപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.